വീണ്ടും ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പ് കാലത്ത് കോലീബി സഖ്യ ആരോപണങ്ങൾ ഉയരുകയാണ്. നമ്മളോടൊപ്പം പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടർ എം.കെ. മുനീർ ചേരുന്നു. എന്താണ് ഒരിക്കൽ കൂടി UDF-നെ വെട്ടിലാക്കുന്ന ആരോപണങ്ങളാണ് CPM ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്തും. എന്താണ് UDF-ൻ്റെ മറുപടി? ഇനി ആ പരിപ്പ് ഈ കേരളത്തിൻ്റെ ചട്ടിയിൽ വേവുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് പലപ്പോഴും അവർ പ്രയോഗിച്ച സമയത്തൊക്കെ ഇടതുപക്ഷത്തിന് ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം ഒരു പരാജയ ഭീതി ഉണ്ടാകുന്ന സമയത്താണ് മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള ആരോപണം എടുത്ത് പുറത്തിടാറുള്ളത്. അത് ഒരു അവസാനത്തെ ഒരു പൂഴിക്കടകൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ശ്രമമാണ്. ഇപ്പം 20 സ്ഥാനാർത്ഥികൾ ഐക്യജനാധിപത്യ മുന്നണിയുടേത് വന്നതോടുകൂടെ ഒരു വലിയ അങ്കലാപ്പിലാണ്. അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ വരെ പരാജയപ്പെടുമെന്നുള്ള ഭീതിയുണ്ട്. കാരണം അവർക്ക് ആകെ ഇനി രക്ഷ കേരളമല്ലേ ഉള്ളൂ. ത്രിപുര കിട്ടില്ല, പശ്ചിമബംഗാൾ കിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ജീവൽ മരണ പോരാട്ടമാണ്. അപ്പോൾ ജീവൽ മരണ പോരാട്ടത്തിൽ രക്ഷപ്പെടണമെങ്കിൽ എന്തൊക്കെ ആയുധങ്ങൾ എടുക്കാൻ പറ്റുമോ അത് നുണച്ചാക്ക് അഴിച്ചുവിടുകയാണെങ്കിൽ അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പം ഇത് കൂട്ടി വായിക്കുമ്പോൾ തോന്നുന്നത് ഇവർ ഇതിനിടയിലൂടെ BJP-യുമായി ധാരണയുണ്ടാക്കുന്നുണ്ട്. കാരണം എല്ലാവരും അവരുടെ ശ്രദ്ധ ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് തിരിച്ചുവിടുന്നതിനിടയിൽ ഇവർ ധാരണ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സംശയം ഒരു കൃത്യമായി തന്നെ പറയാം, വടകരയിൽ ജയരാജൻ ജയിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രസ്റ്റീജ് കാര്യമാണ്. മുരളീധരൻ അവിടെ ഇറങ്ങിയതോടുകൂടെ അവരങ്കലാപ്പിലാണ്. അവിടെ ഒരു BJP-യുമായി ധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. പകരം തിരുവനന്തപുരത്ത് CPI-യുടെ സ്ഥാനാർത്ഥി C. ദിവാകരനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ BJP-ക്ക് കൊടുക്കാനുള്ള ഒരു തന്ത്രം ആവിഷ്കരിച്ചു കഴിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അതായത് കുമ്മനം രാജശേഖരന് തിരുവനന്തപുരത്ത് വോട്ട് നൽകാൻ CPM തീരുമാനമെടുത്തിരിക്കുന്നു എന്നുകൂടിയല്ലേ? ഇന്നുകൂടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ നിയമസഭ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിയമസഭയിൽ ആരാണ് രാജഗോപാലിനെ നിയമസഭയിലേക്ക് എത്തിക്കുന്നത്? അവിടെ എന്തുകൊണ്ടാണ് 3-ാം സ്ഥാനത്തേക്ക് മാർക്സിസ്റ്റ് പാർട്ടി പോകുന്നത്? അതുപോലെ നമ്മൾ കാസർഗോഡ് നോക്കുക. കാസർഗോഡ് എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടി 3-ാം സ്ഥാനത്ത് പോകുന്നത്? എങ്ങനെയാണ് മഞ്ചേശ്വരത്ത് 3-ാം സ്ഥാനത്ത് പോകുന്നത്? എങ്ങനെയാണ് പാലക്കാട് 3-ാം സ്ഥാനത്ത് പോകുന്നത്? അവിടെയൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയേ ഇല്ലേ? അപ്പോൾ ഇവിടെ തന്നെ പലപ്പോഴും ഈ അന്തർധാരയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് ഇവിടെ വനിതാ മതിൽ എന്നവർ വിശേഷിപ്പിക്കുന്ന വർഗീയ മതിലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംഘാടക സമിതിയിൽ വന്നിട്ടുള്ളത് ഹിന്ദു പാർലമെൻറ്റിൻ്റെ അംഗം അടക്കമാണ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ തുഷാറിനെ വെള്ളാപ്പള്ളിയെ BJP സ്ഥാനാർത്ഥി ആക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ വന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുക എന്നുള്ളത് നമുക്കറിയാം. എൻ്റെ സംശയം ഇത് ദേശീയ തലത്തിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള ആലോചനയുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ അതുപോലെയുള്ള ധാരണകൾ ഉണ്ടാക്കാൻ ദേശീയ തലത്തിൽ തന്നെ ഇവർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഞാൻ ചോദിക്കുന്നത്, കോലീബി സഖ്യം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞ് BJP-ക്കെതിരെ വലിയൊരു മുദ്രാവാക്യം വിളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി എന്നാൽ ഞങ്ങളിതാ 4 ചോറിനെ കൂടി കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ഒരു വിഡ്ഢിത്തം ആർക്ക് പറഞ്ഞാൽ എവിടെ മനസ്സിലാകും? ഏത് ചട്ടിയിലാണത് ഉപയോഗിക്കുക? അതുകൊണ്ട് യുക്തിപൂർവം ജനങ്ങൾ ചിന്തിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവും ഒപ്പം പ്രതിപക്ഷ ഉപനേതാവുമായ ഡോക്ടർ എം.കെ. മുനീർ. CPM BJP-യുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വടകരയും തിരുവനന്തപുരവും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു.